ആ ഒരു മനസ്സുണ്ടല്ലോ, പറയാതെ വയ്യ. എല്ലാത്തിനും ഇടയ്ക്ക് ഈ തിരക്കുകൾക്കിടയിലുമൊക്കെ ആ ഒരാശയം വിടാതെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന നിങ്ങളുടെ ഈ വലിയ ഉത്തരവാദിത്തബോധപരമായ പ്രവർത്തനമുണ്ടല്ലോ, നല്ല നമസ്കാരം. എന്താ പ്രവൃത്തി? സിന്ദൂർ ഓപ്പറേഷൻ ഇങ്ങനെ ഇന്ത്യ പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ മദ്രസകൾ, മക്ബറകൾ, അതുപോലെ തന്നെ ചില മുസ്ലിം പള്ളികൾ ഒക്കെ ഇല്ലീഗൽ സ്ട്രക്ചറാണ് എന്നാരോപിച്ച് 7 ജില്ലകളിൽ ഏകദേശം 350ഓളം ഇല്ലീഗൽ സ്ട്രക്ചറുകൾ അടിച്ചു നിരത്തി കളഞ്ഞിരിക്കുന്നു. ബുൾഡോസർ രാജ് വീണ്ടും അങ്ങനെ UP-യിൽ പിടിമുറുക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യയെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറുന്നു. ഇല്ലീഗൽ സ്ട്രക്ചർ ഇങ്ങനെ കേന്ദ്രീകരിച്ച് അതിനെ തകർക്കാനുള്ള ഒരു ശ്രമം, അതിനെ തകർത്ത് കളയാൻ ഉള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുമ്പോൾ ഇല്ലീഗലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുഴുവനും ഇന്ത്യയെ ഒരു വിഭാഗക്കാരുടേത് മാത്രമായി പോകുന്നു. UP-യിലെ ജനസംഖ്യയിൽ 20% അല്ലെങ്കിൽ അതിൽ താഴെയാണ് കേട്ടോ മുസ്ലിം, ദളിത് വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗക്കാർ. അപ്പോൾ കണ്ടെടുക്കുന്നതത്രയും മുസ്ലിംസിൻ്റെ, അടിച്ച് തകർക്കുന്നത് മുഴുവനും ഇസ്ലാം മതവിശ്വാസികളുടെ. ഇതിങ്ങനെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളിലൊന്നും ചർച്ചയാവാതെ എല്ലാവരുടെയും കണ്ണിങ്ങനെ പഹൽഗാമിലും സിന്ദൂറിലും ഒക്കെ ഇങ്ങനെ ഉടക്കി കിടക്കുമ്പോൾ അതിനിടയിലൂടെയാണ് UP ഗവൺമെൻറ് ഇത് നേടിയെടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് വലിയൊരു ചിന്ത വരുന്നത്. അല്ല, നമ്മൾ ഇത്രയും വലിയ സംഘപ്രവർത്തനം നടത്തിയിട്ട് ഈ നാട്ടിലെ ഹിന്ദു തീവ്രത ഇത്രമേൽ അടിച്ചു ഉറപ്പിക്കുന്ന, വലിയ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന BJP ഗവൺമെൻറ്റിന് വലിയ രീതിയിൽ സംഘീമിത്രങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു വിഷയം ഉണ്ടായിട്ട് എല്ലാവരും സിന്ദൂർ ആക്രമണത്തിൽ നിൽക്കുന്നു, എല്ലാവരും പഹൽഗാമിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇതൊന്നും അറിയിക്കണ്ടേ? അങ്ങനെ UP ഗവൺമെൻറ് തന്നെ ഇതിൻ്റെ ഇത് ഡിസ്ക്ലോസ് ചെയ്യുകയാണ് ഈ രാജ്യത്തോട്. മദ്രസകൾ, അതേപോലെ തന്നെ മസ്ജിദുകളൊക്കെ അനധികൃതമായി ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരുന്ന ഇല്ലീഗൽ സ്ട്രക്ചറുകൾ മുഴുവനും ഞങ്ങൾ അടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. UP-യിൽ പിന്നോക്ക വിഭാഗക്കാർ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. ഈ നാട്ടിൽ എപ്പോഴും ഈ നാടിൻ്റെ ദേശീയത ഹിന്ദു തീവ്രവാദം ആണ്, ഹിന്ദു തീവ്രതയാണ് എന്നിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന BJP സംഘപരിവാർ കൂട്ടങ്ങളുണ്ടല്ലോ, അവർ അതിങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ റംസാനിൽ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകൾ പോലും മുടക്കുന്ന രീതിയിൽ ഹോളി ആഘോഷങ്ങൾ, അതുപോലെ തന്നെ മസ്ജിദുകൾ മുഴുവനും ടാർപ്പ ഉപയോഗിച്ച് മൂടിക്കെട്ടിയ അവസ്ഥകൾ, ക്രൈസ്തവ ചർച്ചുകളിലേക്ക് ആക്രമണങ്ങൾ, വലിയ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം നടന്നു പോകുന്നത് നമ്മൾ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും നടക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മോദി ഗവൺമെൻറ്, UP ഗവൺമെൻറ്, യോഗി ആദിത്യനാഥ് ഒക്കെ വെച്ചു പുലർത്തുന്ന അവരുടെ ഒരു അജണ്ട ഇങ്ങനെ നടത്തി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി ഒരു ദേശീയമായ താല്പര്യത്തിൽ ഇങ്ങനെ സിന്ദൂർ ഓപ്പറേഷനുമായി നിൽക്കുമ്പോൾ ഇല്ലീഗൽ സ്ട്രക്ചറുകൾ മുസ്ലിം മതവിശ്വാസികളുടേത് മാത്രമായി കണ്ടുപിടിച്ച് അതിനെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇല്ലീഗൽ സ്ട്രക്ചർ ആണോ എന്ന ചോദ്യത്തിന് അതിന് യാതൊരു രീതിയിലുള്ള മറുപടികളുമില്ല. അതിൻ്റെ ഡേറ്റ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള റിപ്ലൈകളുമില്ല. അപ്പോൾ ഇതിങ്ങനെ വലിയ രീതിയിൽ തുടരുന്നു എന്ന് വേണം നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ.